ഹായ്, എന്താ പാട്? സുഖല്ലേ? ഞാൻ ഇത്ര കാലം വീഡിയോ ചെയ്തിട്ടും നിർബന്ധം പിടിക്കാത്തതും പിന്നെ പറയാത്തതുമായിട്ടുള്ള ഒരു വിഷയം ഞാൻ ഈ വീഡിയോസിൽ പറയാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. സ്പെഷ്യലി അഫ്സൽ എന്ന് പറയുന്ന ആ ഒരു ബ്രദറിന് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞാൻ അവനിക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അഫ്സലെ എന്ന് പറഞ്ഞതാ ഇവനെ നിങ്ങൾ അറിയും. കാരണം മലയാളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കൂല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ അടുത്ത കാലത്ത് ഇൻസ്റ്റഗ്രാം ഒന്ന് പിടിച്ചു കുലിക്കുക ഒരു മുതലാണിപ്പം. വാഴ എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിലെ ഒരു ഗാനം, ആ ഒരു സോങ്ങിന് സിനിമയിലേക്കാ ഭംഗി കൂട്ടി അഫ്സൽ പാടിയിട്ട് വൈറലായതാണ്. അതുവഴിയാണ് പലർക്കും അഫ്സലിനെ അറിയുക. ഞാനും അതുവഴി തന്നെയാണ് ആദ്യമായിട്ട് അഫ്സലിന്റെ ഒരു സോങ് കേൾക്കുന്നത്. സോങ് ഏതാന്ന് പിന്നെ ഞാൻ എടുത്തു പറയാനൊന്നും വേണ്ടല്ലോ. എങ്കിലും ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോട്ട് വെച്ചിട്ട് ഒരു വരി ഞാൻ വെക്കതാ. ഇതാണ് സോങ്. കേട്ടില്ലേ? ഈ ഒരു സോങ് വല്ലാണ്ട് വൈറലായിരുന്നു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ. ഇപ്പൊ അതിനിടക്ക് കുറച്ച് കാലമായിട്ട് ഈ അഫ്സലിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു വിവരമൊന്നുമില്ല. അതായത് പുതിയ പാട്ടുകളോ അതല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസുകളോ ഒന്നും അധികം അപ്ഡേറ്റ് അല്ല. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ആലോചിച്ചൊരു കാര്യമാണ്, ഇത്രയും നല്ല വൈറലൊക്കെ ആയി നന്നായി പാടാൻ അറിയാവുന്ന ഒരാളെ പെട്ടെന്ന് അങ്ങനെ കാണില്ല. ഒരു അപ്ഡേറ്റോ അതല്ലെങ്കിൽ ഒരു വീഡിയോസോ ഒന്നും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല എന്നൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്തിരുന്നു. കാരണം അത്ര കഴിവുണ്ടായിട്ടും എന്താണ് ഇപ്പൊ സംഭവിച്ചത് എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടിയില്ല. പക്ഷെ അഫ്സൽ തന്നെ ഇന്നലെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അഫ്സൽ പറയുന്ന കാര്യം കേട്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം തോന്നി. അതിലുപരി ആ വീഡിയോസ് എടുത്തിട്ട് പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല രൂപത്തിലായിട്ടും പല കോലത്തിലുമായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. എന്താണ് അഫ്സൽ പറഞ്ഞതെന്നുള്ളതല്ലേ? ഇതാ കേട്ടോ. ഹലോ, ഞാൻ അഫ്സലാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പാട്ടൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഏകദേശം 2-3 മാസമായിട്ട് ഞാൻ പാട്ട് നിർത്തി. ഞാൻ ഏത് പാട്ടിലൂടെയാണ് വൈറലായത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അന്ന് മുതൽ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോടത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 4 മാസം 5 മാസത്തോടെ എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു കാരണത്താലാണ് ഞാൻ പാട്ട് നിർത്തിയത്. പഠിച്ചവൻ എന്നൊരു സമയത്ത് ഭയങ്കരമായിട്ട് വലിയ ഹൈപ്പിൽ എന്നെ എത്തിച്ച്, നല്ലൊരു സമയം പഠിച്ചവൻ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് സമ്മാനിച്ച്. ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ആ പടച്ചവൻ തന്നെ ഇപ്പോൾ എന്നെ ഒന്ന് ഉയരങ്ങളിൽ എത്തിക്കാനുള്ളൊരു വഴി മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ പാട്ടിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതിലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ബൈ. അഫ്സലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിക്കാതെ തന്നെ പലതും തന്ന റബ്ബിനോട് നിനക്ക് നന്ദിയുണ്ടെങ്കിൽ നീ ചോദിച്ചതെല്ലാം ആ റബ്ബന്നെ നിനക്ക് തരും. പ്രാർത്ഥനയേക്കാൾ വലിയ ഒരു മരുന്നും ഈ ലോകത്തില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കണ്ണേറിൽ വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ പലരും വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നാൽ കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് ആളുകളോ അതൊക്കെ പഴഞ്ചൻ ആളുകളുടെ വിശ്വാസമാണ് എന്നുള്ള ഒരു തരത്തിലാണ് ഇന്നത്തെ കാലത്ത് ഈ കണ്ണേറിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് സത്യത്തിൽ ഈ കണ്ണേർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ കണ്ണേറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കണ്ണേർ കൊണ്ട് ഒട്ടകത്തെ ചട്ടിയിലും മനുഷ്യനെ കബറിലും ആക്കും. അത്രയ്ക്ക് പവറുള്ള സാധനമാണ് ഈ കണ്ണേർ. പക്ഷെ അതിൽ പലരും ആളുകൾക്കും വിശ്വാസമല്ല. നമ്മൾ സ്വന്തം കണ്ണാടിയിൽ നോക്കിയിട്ട് പോലും, സ്വന്തം മുഖം നോക്കിയിട്ട് പോലും നമ്മൾ നമ്മളെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കഴിവിനെ വർണ്ണിക്കാൻ പാടില്ല. സ്വന്തം കണ്ണേർ വരെ തട്ടും എന്നുള്ളതൊക്കെ പറയപ്പെടുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇവന്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം കുറെ കമന്റ്സുകൾ അങ്ങനെയും കണ്ടു. എന്തറിയോ, നിനക്ക് കണ്ണേറ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കമന്റ്സും കണ്ടു. എന്തോ ആയിക്കോട്ടെ. ഞാൻ അഫ്സലിനോടാണ് ഞാൻ പറയുന്നത്. അഫ്സലെ, നമ്മുടെ മെസ്സില്ലേ, ഈ മെസ്സിയുടെ ചെറുപ്പത്തില് മെസ്സിക്ക് നടക്കാൻ പോലും കഴിയൂല എന്നുള്ളത് പല ഡോക്ടർമാരും വിധി എഴുതിയതാ. അങ്ങനെ ഇരിക്കെ ഈ മെസ്സിയുടെ മാതാപിതാക്കളോട് പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അതിലുപരി ഫുട്ബോളിനോട് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു മെസ്സി ചെറുപ്പം തൊട്ടേ. പക്ഷെ മെസ്സിയോട് ഒരിക്കലും കളിക്കരുതെന്നും പറഞ്ഞിരുന്നു. കളിക്കാൻ നിന്നെ കൊണ്ട് ഈ കാലുകൊണ്ട് കഴിയൂല എന്നും പറഞ്ഞിരുന്നു. ആ ആളാണ് 2022 ഖത്തറിൽ വെച്ചിട്ട് ലോകകപ്പ് എടുത്തത് അല്ലേ? അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞോന്നോ അതല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ഉള്ളവരെ എന്ത് പറഞ്ഞു എന്നില്ലതിലൊന്നും ഒരു കാര്യമല്ല. അതേപോലെ തന്നെ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ റൊണാൾഡോയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്ത്, പട്ടിണി കാരണം, അതായത് വളർത്താൻ കഴിവില്ലാത്തതിന്റെ പേരിൽ ഈ മകനെ അബോർഷൻ ചെയ്യാൻ 2 പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ്.
എന്നിട്ടും അവൻ ഈ മണ്ണിലേക്ക് പറന്നു എന്ന്. അങ്ങനെ ഒരു മോനുണ്ടായത് കൊണ്ടാണ് ആ അമ്മയുടെ വാക്കുകൾ ഇന്ന് ലോകം അറിഞ്ഞത്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയുമ്പോ കേൾക്കും, ഇവൻ എന്താ ഈ മെസ്സിനി റൊണാൾഡോന്റെ ഒക്കെ ഓലെവിടെ കിടക്കണു, ഞാൻ എവിടെ കിടക്കണു, ഇവനിക്ക് വേറെ ആരെയും ഉപമ പറയാൻ കിട്ടിയില്ലേ? മെസ്സിനി റൊണാൾഡോനെയൊക്കെ വെച്ചിട്ടാണോ ഇന്നെ കമ്പയർ ചെയ്യുന്നതും ഇന്നെ സമാധാനിപ്പിക്കുന്നു എന്ന് നിനക്ക് തോന്നിയാ ഞമ്മക്ക് ഓലനെ മാറ്റി നിർത്താം. ഞാൻ എനിക്ക് വേറൊരാളെ കാണിച്ചല്ല. ഒരു 2 വർഷം, ഏറെക്കുറെ 2 വർഷം ആയിക്കണു, ഞാൻ ഒരാളുടെ വീഡിയോ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പ്രൊഫൈലിൽ കയറി നോക്കി. അപ്പോൾ കയറി നോക്കിയപ്പോൾ അതിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഞാൻ ആരുടെ വീഡിയോ ആണോ ചെയ്ത് ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മുമ്പ് ആ വീഡിയോ ആരെങ്കിലും ചെയ്തിക്കണോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനോട്ട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ ചെയ്ത ആ വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു. ആരതാ വീഡിയോ എന്നല്ലേ? ദാ ഇവന്റെ വീഡിയോ ഒന്ന് കണ്ടോക്കെ. ഈ വ്യക്തിനെ നിങ്ങൾ അറിയോ? ഇവന്റെ പേര് അക്കു എന്നാ. എനിക്കറിയാവുന്ന വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട്, പക്ഷെ അക്കു എന്ന് പറഞ്ഞാലാണ് ഇവനെ അറിയുക. ഇവനെപ്പോ അത്യാവശ്യം ആളുകൾക്ക് അറിയും. പക്ഷെ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്തൊന്നും അധികം ആളുകൾക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ ഇവന്റെ ഈ വീഡിയോസ് കണ്ട് എനിക്ക് വല്ലാത്തൊരു സങ്കടമായി. എന്താ ഒരു മനുഷ്യനല്ലേ ഈ കിടക്കുന്നത്, പ്രത്യേകിച്ച് മറ്റേ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ആയി. അപ്പൊ എന്താണെന്നുള്ളത് അന്വേഷിച്ച് നോക്കിയപ്പോൾ കാസർഗോഡ് വെച്ചിട്ട് റെയിൽവേ ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രെയിന് തട്ടിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്നല്ല, പകുതി ജീവനുണ്ട്, പകുതി ജീവല്ല, ഇനി ജീവിതത്തിലേക്കൊരു മടക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഡോക്ടേഴ്സും മറ്റ് നാട്ടുകാരും എല്ലാവരും കൈയൊഴിഞ്ഞു. വീട്ടുകാരുടെ പ്രതീക്ഷകളെ അസ്തമിച്ചു. ഇങ്ങനെയുള്ള ഒരു ആൺകുട്ടിയല്ലേ, ഇത്രയും കാലം വളർത്തിണ്ടാക്കിയ ഒരു ആൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ നോക്കാൻ അവൻ കിടക്കണണ്ട. ഒരു 65 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനെ പോലെ തോന്നും അല്ലേ? എന്നാ നിങ്ങൾക്ക് വേറെ ടിസ്റ്റ് കാണിച്ചു തരണോ? ഇതൊന്ന് നോക്കി. ഇവനെ നിങ്ങൾ ആ നേരത്തെ വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാ വിശ്വസിക്കണം. ഇപ്പൊ അവന്റെ ലെവൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത്, അതായത് ഇത്രയും കഴിവുള്ള അനാൻഷ വരെ ഇവന്റെ അടുത്ത് വന്ന് നിന്ന് പാട്ട് പാടുന്നു, അവനെ കാണാൻ ചെല്ലുന്നു, പല ആളുകളുമായിട്ട് ഇവനക്ക് കോണ്ടാക്ട് ആവുന്നു, എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരാളായി മാറി. ഒന്ന് നോക്കിയേ, അത് അവന്റെ പ്രയത്നാണ്. അവനിക്ക് ഇതിക്ക് തിരിച്ചു വരണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയേ പറ്റൂ എന്നുള്ള അവന്റെ മനസ്സിന്റെ ഉറപ്പുണ്ടല്ലോ. മറ്റുള്ളവരുടെ വിധിയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ സഞ്ചരിച്ചു. അതിന്റെ റിസൾട്ടാണത്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ മെസ്സിനി റൊണാൾഡോനൊക്കെ പറഞ്ഞിട്ട് അങ്ങേ തലക്കൊക്കെ പോയി, അതുകൊണ്ട് എന്ത് കാര്യം, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരം കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തന്നത്. കാരണം പണ്ട് ഞാൻ ഇവന്റെ വീഡിയോ ചെയ്ത സമയത്ത് അത്രയ്ക്ക് എനിക്ക് സപ്പോർട്ട് കിട്ടിയതാണ്. മില്യൺ അടിച്ച വീഡിയോ ആണ് ഈ വീഡിയോ. മറ്റേ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അത്യാവശ്യം എനിക്ക് വ്യൂസും ഫോളോവേഴ്സും സപ്പോർട്ടും ഉണ്ടായ ഒരു വീഡിയോ ആണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോയുടെ പ്രത്യേകത തന്നെ. നമുക്ക് ആദ്യം കണ്ട ആ വീഡിയോസിൽ ആ വ്യക്തി, രണ്ടാമത് കാണുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ആ ഒരു മാറ്റവും അവന്റെ ആ ഒരു വരവും അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടില്ല. അതാണ് പറയുന്നത്, പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വിധിയെ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനിയില്ല, എനിക്കിതിന് കഴിയൂല എന്നൊരിക്കലും അഫ്സൽ വിചാരിക്കരുത്. അഫ്സലിന്റെ നല്ല നല്ല പാട്ടുകൾക്കായിട്ട് മലയാളികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ സാഹചര്യമാണ്, മനുഷ്യനാണ്, അസുഖങ്ങൾ വരാം, പക്ഷെ എന്തിനും നമ്മുടെ മനസ്സിന്റെ ധൈര്യം വിടുകയും ചെയ്യരുത്, നമ്മുടെ കോൺഫിഡന്റ് ഒരിക്കലും കളയും ചെയ്യരുത്. അഫ്സലിനെ ചിലപ്പോൾ തളർത്താനും സങ്കടപ്പെടുത്താനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതൊന്നും അഫ്സൽ മെയിൻ ചെയ്യണ്ട. ഈ മനുഷ്യനും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? മരണത്തിന്റെ വേദന നമ്മൾ ഒരു വട്ടേ അറിയുള്ളൂ, പക്ഷെ മനുഷ്യൻ തരുന്ന വേദന ഉണ്ടല്ലോ, അത് ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവും, പല രീതിയിലും ഉണ്ടാവും. അതാണ് ഈ മരണവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അഫ്സലെ, ആരെന്ത് പറഞ്ഞാലും അതൊക്കെ മാറ്റി വെക്കുക. നീ ഇപ്പൊ നിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ റെസ്റ്റ് എടുത്തോ. പക്ഷെ ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ നീ ഇതിലേറെ ഉഷാറായിട്ട് വരുമെന്നുള്ള പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് എന്താ അറിയോ? പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എത്ര വലിയ തടസ്സവും നമുക്ക് സിമ്പിളായിട്ട് മറികടന്ന് വരാം. അപ്പൊ നിന്നെ ഇഷ്ടപ്പെടുന്നയും നിന്നെ സ്നേഹിക്കുന്നയും നിന്റെ പാട്ടുകൾ ഇനി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരും നിന്റെ ചുറ്റുപാടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നീ എന്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്നെല്ലാം പൊരുതി ജയിച്ചു തന്നെ വരണം. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നും അഫ്സലിന്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് അസുഖമാണെങ്കിലും അഫ്സൽ തളരാതെ മുന്നോട്ട് പോ. നിനക്ക് ഇതിനേക്കാൾ വലിയ ഉയരത്തിൽ നിനക്ക്
രണ്ടാമതൊരു വരവ് വരാം. അതുവരെ നീ നിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തോ. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവിധ ആശംസകളും അതോടൊപ്പം പ്രാർത്ഥനയും. അപ്പോൾ അഫ്സലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അഫ്സലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടണം, അഫ്സലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.